human health and diseases. അതിലെ ഫസ്റ്റ് ടോപ്പിക് ഹ്യൂമൻ ഡിസീസസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഫോക്കസ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈഫോയിഡാണ്. നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ, ടൈഫോയിഡും മലേറിയയും മാത്രമേ ഇപ്പോൾ പഠിക്കാനുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈഫോയിഡാണ്. ടൈഫോയിഡിൻ്റെ കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് സാൽമണല്ല ടൈഫി. സാൽമണല്ല ടൈഫി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാക്ടീരിയ, അതൊരു ബാക്ടീരിയയാണ്. സാൽമണല്ല ടൈഫിയാണ് കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഡിസീസിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ഫുഡിൽ നിന്നും വാട്ടറിൽ നിന്നുമാണ് ഈ ടൈഫോയിഡ് എന്ന് പറയുന്ന ഡിസീസ് എന്തോ ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് ആൻഡ് water. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ് ചെയ്യുന്നത്. ഇനി ഇവയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സിംറ്റം എന്ന് പറയുന്നത് സസ്റ്റൈൻഡ് ഹൈ ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 39 ഡിഗ്രി സെൽഷ്യസ് ടു 40 ഡിഗ്രി സെൽഷ്യസ് ഹൈ ടെമ്പറേച്ചർ കാണിക്കും ഈ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വീക്ക്നെസ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, അതുപോലുള്ള സിംറ്റംസും ഉണ്ടായിരിക്കും. വീക്ക്നെസ്, കോൺസ്റ്റിപ്പേഷൻ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അതേപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള സ്റ്റൊമക്ക് പെയിൻ കാണിക്കും. ഇത്രയാണ് ടൈഫോയിഡിൻ്റെ എന്തോ പറയുന്നത് സിംറ്റംസ് എന്ന് പറയുന്നത്. ഹെഡ് ഏക്ക് ഉണ്ട്, സാൽമണല്ല ടൈഫിയാണ് കോസിറ്റീവ് ഓർഗാനിസം. കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ, ഫുഡും വാട്ടറിലെയും കണ്ടാമിനേഷൻ വഴിയാണ് അവ പകരുന്നത്. 39 to 40 ഡിഗ്രി സെൽഷ്യസ് ഹൈ ഫീവർ, സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഹൈ ഫീവർ കാണിക്കുന്നുണ്ട്. വീക്ക്നെസ്, കോൺസ്റ്റിപ്പേഷൻ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അതുപോലെ തന്നെ സ്റ്റൊമക്ക് പെയിൻ, ഹെഡ് ആക്ക്, അതുപോലുള്ള സിംറ്റംസ് കാണിക്കുന്നുണ്ട്. ഇനി ഇവരുടെ ഒരു ഡിറ്റക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, ഡിസീസ് ഡിറ്റക്റ്റിംഗ് ടെസ്റ്റ് ഉണ്ട്. ആ ഡിസീസ് ഡിറ്റക്റ്റിംഗ് ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയും. നമുക്ക് രണ്ട് ടെസ്റ്റാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ സിലബസ് ഫോക്കസ് അനുസരിച്ചാണെങ്കിൽ രണ്ട് ടെസ്റ്റിനെ പറ്റി മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. അതിലൊന്നെന്ന് പറയുന്നത് ടൈഫോയിഡിൻ്റെ ടെസ്റ്റാണ്. അപ്പോൾ ചോദിക്കും ടൈഫോയിഡിൻ്റെ ഡിറ്റക്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്ന്. വൈഡൽ ടെസ്റ്റാണ് അതിൻ്റെ ഡിറ്റക്റ്റീവ് ടെസ്റ്റ്. അപ്പം ടൈഫോയിഡ് കോസ് ചെയ്യുന്ന ഓർഗാനിസം അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് സാൽമണല്ല ടൈഫിയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ത്രൂ കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഹെഡ് ആക്ക്, ഹൈ ഫീവർ, 39 to 40 ഡിഗ്രി ടെമ്പറേച്ചർ കാണിക്കും. അതേപോലെ തന്നെ സ്റ്റൊമക്ക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീക്കൽ മാറ്റർ രക്തത്തിൽ നിന്നിട്ട് ആനസ് വഴി പുറത്തു പോവാത്ത ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് മലേറിയ. അടുത്ത ടോപ്പിക്കാണ് മലേറിയ. മലേറിയയുടെ കോസിറ്റീവ് ഓർഗാനിസം വന്നിട്ട് പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്. പ്ലാസ്മോഡിയം സ്പീഷീസ്. നമ്മൾ നേരത്തെ ടൈഫോയിഡ് ഒരു ബാക്ടീരിയ ആണ് അതിൻ്റെ കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മലേറിയയുടെ കോസിറ്റീവ് ഓർഗാനിസം പ്ലാസ്മോഡിയം സ്പീഷീസ്. ഇറ്റ്സ് എ പ്രോട്ടോസോവൻ സ്പീഷീസ് ആണ്. പ്ലാസ്മോഡിയം സ്പീഷീസ്. പ്ലാസ്മോഡിയം സ്പീഷീസിനകത്ത് ഒരുപാട് വരുന്നുണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് വരുന്നൊരു സ്പീഷീസ് ആണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം.
ഈ സ്പീഷീസ് കോസ് ചെയ്യുന്ന മലേറിയൽ ഡിസീസിനെ മാലിഗ്നന്റ് മലേറിയ എന്ന് പറയാറുണ്ട്. കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. എന്തുവാണ്? മാലിഗ്നന്റ് മലേറിയ. മാലിഗ്നന്റ് മലേറിയയുടെ കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്ന് പറയുന്ന സ്പീഷീസ് ആണ് മാലിഗ്നന്റ് മലേറിയയുടെ കോസിറ്റീവ് ഓർഗാനിസം. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുമ്പം ഹൈ ഫീവർ ആൻഡ് ചിൽ, അതും 3 to 4 days ഇടവിട്ടുള്ള ഹൈ ഫീവർ ആൻഡ് ചില്ലാണ്. 3-4 ദിവസം ഇടവിട്ടുള്ള കടുത്ത പനിയും കുളിർ, ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിർ, ആ ഒരു കണ്ടീഷനാണ് മലേറിയയുടെ പോസിറ്റീവ് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം വന്നിട്ട് ഫീമെയിൽ ആനോഫിൽസ് മസ്കിറ്റോ ആണ്. അതും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ ആനോഫിൽസ് മോസ്കിറ്റോ ആണ് ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്. infected female anopheles infected female anopheles mosquito ആണ് കോസിറ്റീവ് ഓർഗാനിസം. അതായത് ആൾറെഡി മലേറിയ ഉള്ള ഒരാളുടെ ശരീരത്തിൽ വന്നിരുന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മസ്കിറ്റോ ആണ് ഒരു വെക്ടറായിട്ട് ഈ അസുഖം പരത്താൻ കാരണക്കാരാവുന്നത്. ഇനി ഈ മലേറിയ കോസിറ്റീവ് ഓർഗാനിസം ഇൻഫെക്റ്റഡ് ഫീമെയിൽ ആനോഫിൽസ് മസ്കിറ്റോ, ഈ ഫീമെയിൽ ആനോഫിൽസ് മസ്കിറ്റോയുടെ അതെങ്ങനെയാണ് അതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മസ്കിറ്റോ നമ്മളെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ എൻ്റർ ആവുകയാണ്. അതായത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ എൻ്റർ ആയതിനു ശേഷം അവ നേരെ നമ്മുടെ ലിവർ സെൽസിലാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ലിവർ സെൽസിൽ ഇൻഫെക്റ്റ് ചെയ്തതിനു ശേഷം അവിടെ ഇരുന്ന് ഇവ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ലിവർ സെൽസിൽ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ലിവർ സെൽസിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഈ പ്ലാസ്മോഡിയം അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ RBC അഥവാ റെഡ് ബ്ലഡ് സെൽസിനെ അഫക്റ്റ് ചെയ്യുവാണ്. RBC അഫക്റ്റ് ചെയ്യുന്നു ത്രൂ ബ്ലഡ് വഴി എല്ലാ ബോഡി പാർട്സിലോട്ടും എത്തുന്നു. RBC അഫക്റ്റ് ചെയ്യുന്നു. RBC അഫക്റ്റ് ചെയ്യുന്നത് കാരണം RBC റപ്ചർ ആവുന്നു. RBC പൊട്ടിപ്പോവുക. RBC എന്തോ ചെയ്യുന്നു? റപ്ചർ ആവുന്നു. അങ്ങനെ അഫക്റ്റഡ് RBC റപ്ചർ ആവുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഉണ്ട്, ഹീമോസോയിൻ എന്ന് പറയും. കെമിക്കൽ, ഈ ഹീമോസോയിൻ എന്ന് പറയുന്ന കെമിക്കലാണ് നമ്മുടെ ഹൈ ഫീവറും കണ്ടിന്യൂസ് ആയിട്ടുള്ള സസ്റ്റൈൻഡ് ചിൽ അല്ലെങ്കിൽ ആ കുളിരിനും കാരണം എന്ന് പറയുന്നത് RBC റപ്ചർ ആയതിനു ശേഷം അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ കെമിക്കലാണ് കാരണം. അപ്പോൾ പറഞ്ഞത് മലേറിയയാണ്. മലേറിയയുടെ കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ് കോസിറ്റീവ് ഓർഗാനിസം. പ്ലാസ്മോഡിയം സ്പീഷീസ്. ആ പ്ലാസ്മോഡിയം സ്പീഷീസിനകത്ത് ഒരുപാട് വരുന്നുണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപാരം, അങ്ങനെ ഒരുപാട് സ്പീഷീസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മാലിഗ്നന്റ് മലേറിയ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ്. അത് കുറച്ചും കൂടി സീരിയസ് കണ്ടീഷനാണ്. ഏറ്റവും മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ഹൈ ഫീവറും ചില്ലും, അതും 3 to 4 days ഇന്റർവെല്ലിൽ വരുന്ന ഹൈ ഫീവറും ചില്ലുമാണ്. ഇനി ഇവിടെ പോസിറ്റീവ് ഓർഗാനിസം പറയുവാണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയാൻ പാടില്ല, ഇൻഫെക്റ്റഡ് ത്രൂ ഏത് വഴിയാണ്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഫീമെയിൽ ആനോഫിൽസ് മസ്കിറ്റോ ആണ്. ഈ ഫീമെയിൽ ആനോഫിൽസ് മസ്കിറ്റോ ആണ് ഒരു വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് പടർത്തുന്നത് അല്ലെങ്കിൽ പകരാൻ കാരണക്കാർ എന്ന് പറയുന്നത് ഫീമെയിൽ ആനോഫിൽസ് മസ്കിറ്റോ ആണ്. അവയാണ് one person to another person ഈ അസുഖത്തിനെ പകർത്തുന്നത്. ആ ഫീമെയിൽ ആനോഫിൽസ് മസ്കിറ്റോ ബൈറ്റ് ചെയ്യുന്നത് വഴി ഈ ഓർഗാനിസം, അതായത് പ്ലാസ്മോഡിയം ഓർഗാനിസം നമ്മുടെ ലിവർ സെൽസിലാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് അവ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യുവാണ്. ബ്ലഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യുന്നത് RBC സെൽസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. RBC സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നത് കാരണം RBC റപ്ചർ ആവുന്നു. RBC റപ്ചർ ആവുന്നത് വഴി RBCയിൽ നിന്നും ഒരു കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കെമിക്കലാണ് ഹീമോസോയിൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹൈ ഫീവർ ആൻഡ് ചിൽ. ഹൈ ഫീവറിനും ആ ചില്ലിനും കാരണം എന്ന് പറയുന്നത് കെമിക്കലായിട്ടുള്ള ഹീമോസോയിൻ
സ്പിനോസോയിൻ ആണ്. അപ്പം ഡിസീസസിൽ നമുക്ക് ഈ 2 ഡിസീസസേ പഠിക്കാനുള്ളൂ. അതിൽ ഒന്നെന്ന് പറയുന്നത് ടൈഫോയിഡും രണ്ടെന്ന് പറയുന്നത് മലേറിയ. രണ്ടിൻ്റെയും കോസിറ്റീവ് ഓർഗാനിസം പഠിക്കണം. ടൈഫോയിഡിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ആ ഡിസീസസിനെ ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റ് അഥവാ വൈഡൽ ടെസ്റ്റ് എന്തുവാണെന്ന് പഠിക്കണം. എന്തുവാണ് ആ ടെസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയേ ഉള്ളൂ ഡിസീസസിൻ്റെ കാര്യത്തിൽ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അതിലും ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ബേസ് ചെയ്ത് പഠിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ പറ്റിയാണ് അറിഞ്ഞിരിക്കാനുള്ളത്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അതായത് നമ്മൾക്ക് ജനിക്കുന്നത് തൊട്ട് നമുക്കുണ്ട്, ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇറ്റ്സ് എ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി. ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയാണ്. എന്തുവാണ് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആരാണ് വരുന്നത് എന്ന് നോക്കിയിട്ടൊന്നുമല്ല അവർ എന്തോ ചെയ്യുന്നത്, അവരുടെ ആക്ഷൻ നടത്തുന്നത്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അക്യൂർഡ് ഇമ്മ്യൂണിറ്റി വരുന്ന സമയത്ത് അവർ വരുന്ന ആൾക്കാരെ നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് അനുസരിച്ച് അവർക്കനുസരിച്ച് ആക്ട് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി. എന്നാൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് ആര് വന്നാലും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അത് വെച്ച് അവർ പ്രതിരോധിക്കാൻ നോക്കും. അങ്ങനെയുള്ള ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അതുകൊണ്ട് വിച്ച് ഇസ് നോൺ സ്പെസിഫിക് ആണ്. സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല, നോൺ സ്പെസിഫിക് ആയിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ഫോറിൻ മോളിക്യൂൾസിന് അല്ലെങ്കിൽ ആൻറ്റിജൻസിനെ തടയാൻ നോക്കും. അവയാണ് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം പറയുമ്പോൾ ഒരുപാട് ബാരിയർ മെത്തേഡ്സ് യൂസ് ചെയ്താണ് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ബാരിയർ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് പറയണം. അതിൽ ആദ്യം വരുന്ന ബാരിയർ മെത്തേഡാണ് ഫിസിയോളജിക്കൽ ബാരിയർ. അപ്പോൾ അതിൽ ഫസ്റ്റ് ബാരിയർ ആണ് ഫിസിയോളജിക്കൽ ബാരിയർ. ഫിസിയോളജിക്കൽ ബാരിയറിൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ. നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് മെക്കാനിസത്തിൽ വരുന്ന ഒരാളാണ് സ്കിൻ എന്ന് പറയുന്നത്. സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ പുറത്തുനിന്ന് വരുന്ന ആൻറ്റിജനെ തടയാനുള്ള ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് സ്കിൻ എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ ആൾക്കാരാണ് സ്കിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ pH ആണെങ്കിലും അതെല്ലാം പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുന്നതിൽ നിന്നും തടയണം. അവിടെ ആരാണ് വരുന്നത് നോക്കിയിട്ടല്ല സ്കിൻ തടയുന്നത് അല്ലെ. ആര് വന്നാലും ആദ്യം പെട്ടെന്നൊന്നും നമ്മുടെ ബോഡിക്കകത്ത് എൻ്റർ ചെയ്യാൻ പറ്റാത്തതിന് കാരണം ആ സ്കിൻ ആണ്. അതാണ് സ്കിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മ്യൂക്കസ്. മ്യൂക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നോക്കുവാണെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്ട് ആണെങ്കിലും റെസ്പിറേറ്ററി ട്രാക്ട് ആണെങ്കിലും എല്ലാം മ്യൂക്കസ് കൊണ്ട് കോട്ടഡ് ആണ്. ഡൈജസ്റ്റീവ്, റെസ്പിറേറ്ററി, അതേപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്ട്, അതുപോലെ തന്നെ യൂറോജെനിറ്റൽ ട്രാക്ട്, ഇവയെല്ലാം എന്തുവാണ് മ്യൂക്കസ് കോട്ടഡ് ആയിട്ടുള്ളതാണ്. ഇവയെന്ന് പറയുന്നത് ഫോറിൻ മോളിക്യൂൾസിന് അങ്ങ് എത്തുവാനുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസിൽ വരുന്നതിൽ ഒരാളാണ് സ്കിൻ എന്ന് പറയുന്നത്. അടുത്ത ആളെന്ന് പറയുന്നത് മ്യൂക്കസ് കോട്ടിംഗ് ആണ്. ഇവയെല്ലാം സ്കിന്നും മ്യൂക്കസ് കോട്ടിങ്ങും ഒക്കെ വരുന്നത് ഫിസിയോളജിക്കൽ ബാരിയറിൽ വരുന്നതാണ് സ്കിൻ, മ്യൂക്കസ് കോട്ടിംഗ് എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്ത് പറയുന്നതെന്ന് പറയുന്നത് അതായത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ഫിസിയോളജിക്കൽ ബാരിയർ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറയുന്നതാണ് സെല്ലുലാർ ബാരിയർ. സെല്ലുലാർ ബാരിയർ ഈ സെല്ലുലാർ ബാരിയറിൽ ആദ്യം വരുന്ന ആളാണ് പോളിമോർഫോ
ന്യൂക്ലിയർ പോളിമോർഫോ, അതിൽ വരുന്ന ആദ്യത്തെ ആൾക്കാരാണ് പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയും. പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്. ഈ പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എന്തുവാണ്, ന്യൂട്രോഫിൽ ആണ്. ന്യൂട്രോഫിലിന്റെ ഒരു ടൈപ്പാണ് പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് WBCക്ക് അകത്ത് വരുന്ന ഒരു ടൈപ്പാണ്. ഡിഫൻസ് മെക്കാനിസത്തിൽ വെരി ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്ന ആൾക്കാരാണ് WBCസിൽ വരുന്ന ആൾക്കാർ. അതിൽ വരുന്ന ഒരാളാണ് ഈ PMNL എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് മോണോസൈറ്റ്സ്. അടുത്ത് വരുന്നത് നാച്ചുറൽ കില്ലർ സെൽ. നാച്ചുറൽ കില്ലർ സെൽ എന്ന് പറയുന്നത് T ലിംഫോസൈറ്റ്സിന് ഒരു എക്സാമ്പിൾ ആണ് നാച്ചുറൽ കില്ലർ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലുലാർ ബാരിയറിനകത്ത് വരുന്ന ഒരാളാണ് പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് അഥവാ ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോണോസൈറ്റ്സ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ നാച്ചുറൽ കില്ലർ സെൽ എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് T ലിംഫോസൈറ്റ്സ്. ഇവയെല്ലാം എന്തുവാണ്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്കകത്ത് സെല്ലുലാർ ബാരിയറിനകത്ത് വരുന്നതാണ്. ഇനി ഒരാളും കൂടി ഉണ്ട് സെല്ലുലാർ ബാരിയറിനകത്ത്. അവയാണ് സൈറ്റോകൈൻ. എക്സാമ്പിൾ ആണ് ഇന്റർഫെറോൺ. ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത് വൈറസസ് അഫക്റ്റ് ചെയ്ത സെൽസിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഇന്റർഫെറോൺ. അതായത് അടുത്തുള്ള ഫർദർ ആയിട്ടുള്ള ഹെൽത്തി സെൽസിനെ ഈ വൈറസ് ഇൻഫെക്ഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് ഇന്റർഫെറോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ എ ടൈപ്പ് ഓഫ് ഫിസിയോളജിക്കൽ ബാരിയറിനകത്ത് വരുന്നതാണ്. ഏതെന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ അല്ല, എന്തുവാണ്, സെല്ലുലാർ ബാരിയറിനകത്ത് വരുന്നതാണ്. വൈറസ് അഫക്റ്റിംഗ് ആയിട്ടുള്ള എന്തുവാണ് എന്ന് പറയുന്ന സെൽസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റർഫെറോൺ എന്ന് പറയുന്നത്. ഇനി ഫിസിയോളജിക്കൽ ബാരിയർ ഉണ്ട്. ഒന്ന് നമുക്കറിയാം HCl which is present in our stomach. നമ്മുടെ സ്റ്റൊമക്കിൽ പ്രസന്റ് ആയിട്ടുള്ള HCl അതായത് മൈക്രോ ഓർഗാനിസത്തിനെ എന്തോ ചെയ്യുന്നുണ്ട്, ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അതേപോലെ വരുന്നതാണ് സലൈവ, ടിയർ. സലൈവ, ടിയർ ഈ സെക്രീഷൻസിലെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ലൈസോസൈം എന്ന് പറയുന്നത്. ഈ ലൈസോസൈം എൻസൈംസിന് മൈക്രോബിസിഡൽ ആക്ടിവിറ്റി ഉണ്ട്. അതായത് എന്തുവാണ്, മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള കഴിവുള്ള ഒരു എൻസൈമാണ് ലൈസോസൈം വിച്ച് ആൾസോ പ്രസന്റ് ഇൻ സലൈവ ആൻഡ് ടിയർ. അപ്പോൾ ഇവ വരുന്നത് ഫിസിയോളജിക്കൽ ബാരിയർ ആണ്. അപ്പം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പറയുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയെ പറയുന്ന പേരാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്കകത്ത് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നോൺ സ്പെസിഫിക് ആണ്. എന്തുവാണ് നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, ആരാണെന്ന് നോക്കിയിട്ട് അവർക്കെതിരെ പ്രവർത്തിക്കുകയല്ല, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അവിടെ ആരാണെന്ന് ചൂസ് ചെയ്ത് അവർക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല. അങ്ങനെയുള്ള ഡിഫൻസ് മെക്കാനിസത്തിനെയാണ് നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം പറയുമ്പോൾ ഒരുപാട് ബാരിയേഴ്സ്, അതായത് പല തരത്തിലുള്ള ബാരിയേഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഫിസിക്കൽ ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയേഴ്സിൽ വരുന്നതാണ് നമ്മുടെ സ്കിന്നും മ്യൂക്കസും ഒക്കെ വരുന്നത് എന്തോന്നിലാണ്, ഫിസിക്കൽ ബാരിയേഴ്സിലാണ്. മ്യൂക്കസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് ആണെങ്കിലും ഡൈജസ്റ്റീവ് ട്രാക്ട് ആണെങ്കിലും യൂറോജെനിറ്റൽ ട്രാക്ട് ആണെങ്കിലും മ്യൂക്കസ് കോട്ടിംഗ് ആണ്. ഇറ്റ്സ് എ ലൈൻ ഓഫ് ഡിഫൻസ് മെക്കാനിസം. അതൊരു ലൈൻ ഓഫ് ഡിഫൻസ് മെക്കാനിസത്തിന് എക്സാമ്പിൾ ആണ്. ഇനി ഫിസിയോളജിക്കൽ ബാരിയർ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് പറയാം
HCl, അതുപോലെ തന്നെ സലൈവ, ടിയർ, അതിലൊക്കെ പ്രസന്റ് ആയിട്ടുള്ള ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഫിസിയോളജിക്കൽ ബാരിയറിന് എക്സാമ്പിൾ ആണ്. ഇനി സെല്ലുലാർ ബാരിയർ, സെല്ലുലാർ ബാരിയേഴ്സിന് പറയുന്ന സമയത്ത് നമുക്ക് പറയാം പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് അല്ലേ, അതായത് ഒരു ടൈപ്പ് ഓഫ് ന്യൂട്രോഫിൽ ആണ്. ആ ന്യൂട്രോഫിൽ നമ്മുടെ സെല്ലുലാർ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പറയാൻ കഴിയുന്ന വേറെ ഒരാളാണ് മോണോസൈറ്റ്സ്. മോണോസൈറ്റ്സ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് WBC. അതേപോലെ നാച്ചുറൽ കില്ലർ സെൽസ്, അതൊരു ടൈപ്പ് ഓഫ് T ലിംഫോസൈറ്റ്സിന് എക്സാമ്പിൾ ആണ് നാച്ചുറൽ കില്ലർ സെൽസ്. ഇനി എടുത്തു പറയേണ്ട ഒരാളാണ് സൈറ്റോകൈൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഇന്റർഫെറോൺസ്. ആരാണ് അവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറസസ് ഇൻഫെക്റ്റ് ചെയ്യുന്ന സെൽസ്, അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു വൈറസ് കയറി അവരൊരു സെൽസിനെ, ഒരു പർട്ടിക്കുലർ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെർട്ടൻ കെമിക്കൽസിനെ പറയുന്ന പേരാണ് എന്തുവാ, ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത്. ആ ഇന്റർഫെറോൺസ് ഫർദർ സെൽസിനെ ഇൻവേഡ് ചെയ്യുന്നതിൽ നിന്നും അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കെമിക്കൽസ് ആണ് ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്കകത്ത് വരുന്നത്. ഇനി നമുക്ക് അടുത്തുള്ളതെന്ന് പറയുന്നത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റി പറയുന്ന സമയത്ത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി പറയുന്നത് നമ്മളൊരു ഓർഗാനിസം എക്സ്പോഷർ ആയതിനു ശേഷം നമ്മൾ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്കകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ആൾക്കാരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത് ആന്റിബോഡീസ്, നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന ആൾക്കാരാണ് ആന്റിബോഡീസ്. ആന്റിബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് കയറുന്ന ഫോറിൻ മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് ആന്റിജൻ എന്ന് പറയുന്നത്. ആന്റിജൻ ആരാണ്? ആന്റിജന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ശരീരം അതനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ ഡിസ്ട്രോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ആന്റിജനെ ഡിസ്ട്രോയ് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ആന്റിബോഡി എന്ന് പറയുന്നത്. അപ്പം ആ ആന്റിബോഡീസിന് എക്സാമ്പിൾ ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. നമുക്ക് 4 ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിൻ പഠിക്കാനുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻ M പഠിക്കാനുണ്ട്, അതുപോലെ E പഠിക്കാനുണ്ട്, G ഉണ്ട്, A ഉണ്ട്. 4 ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്. അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ M, ഇമ്മ്യൂണോഗ്ലോബുലിൻ E, ഇമ്മ്യൂണോഗ്ലോബുലിൻ G, ഇമ്മ്യൂണോഗ്ലോബുലിൻ A. അങ്ങനെ 4 ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. ഇനി ഇമ്മ്യൂണോഗ്ലോബുലിൻ പറയുന്ന സമയത്ത് ദേ ആർ പോളിപെപ്റ്റൈഡ്സിന് എക്സാമ്പിൾ ആണ് ആരെന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ. പോളിപെപ്റ്റൈഡ്സ് എന്തുവാണ് പോളിപെപ്റ്റൈഡ്സ്? പോളിപെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രോട്ടീൻസിന്റെ ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിന്റെ സ്മാളസ്റ്റ് യൂണിറ്റ് അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ് ആണ് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്താണ് പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഏത് ബോണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. എന്തുകൊണ്ടാണ്? പെപ്റ്റൈഡ് ബോണ്ട്. ഇനി ഈ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ്സിന്റെ അമൈൻ ഗ്രൂപ്പ് അടുത്തൊരു അമിനോ ആസിഡിന്റെ കാർബോക്സിൽ ഗ്രൂപ്പുമായിട്ട്, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന അമിനോ ആസിഡിന്റെ കാർബോക്സിൽ ഗ്രൂപ്പ് ബി എന്ന് പറയുന്ന അമിനോ ആസിഡിന്റെ അമീൻ ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്താണ് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 ബോണ്ട് ചേരുമ്പോൾ കിട്ടുന്ന 2 പെപ്റ്റൈഡ് ആണെങ്കിൽ ഡൈപെപ്റ്റൈഡ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ പറയുന്നത് പോളിപെപ്റ്റൈഡ് എന്നാണ് പറയുന്നത്.
രണ്ടിൽ കൂടുതൽ പെപ്റ്റൈഡ്സ് ചേർന്നിട്ടുള്ള ആൾക്കാരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത് പോളിപെപ്റ്റൈഡ്സിന് എക്സാമ്പിൾ ആണ്. 4 ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻ എം, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ആൻഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ. ഇനി ഇമ്മ്യൂണോഗ്ലോബിന്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് പഠിക്കണം. 4 പോളിപെപ്റ്റൈഡ്സ് ചേർന്നതാണ് ഇമ്മ്യൂണോഗ്ലോബിന്റെ സ്ട്രക്ചർ. അതായത് 4 പോളിപെപ്റ്റൈഡ്സ് ചേർന്നതാണ്. ഈ ഇമ്മ്യൂണോഗ്ലോബിന്റെ സ്ട്രക്ചറിനെ H2L2 എന്ന് പറയും. H2L2 അതായത് 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും ചേർന്നതാണ് ഇമ്മ്യൂണോഗ്ലോബിലിന്റെ സ്ട്രക്ചർ. ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറയുവാണ്. ഇത് രണ്ടാണ് ഹെവി ചെയിൻ എന്ന് പറയുന്നത്. 2 ലൈറ്റ് ചെയിന് കാണും, 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും അവ തമ്മിൽ ബോണ്ടഡ് കാണും. അവർ തമ്മിൽ ബോണ്ടഡ് കാണും, ബോണ്ടിങ് കാണും. ആ ബോണ്ടിങ് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. H2L2 ആണ് പറയുന്നത്. 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും ഉണ്ട്. ഇത് രണ്ടും ഹെവി ചെയിൻ, ഈ 2 ലൈറ്റ് ചെയിൻ. അങ്ങനെയാണ് H2L2 എന്ന് പറയുന്നത്. എക്സാമ്പിൾ വന്നിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ എം, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി, അതേപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എ. അങ്ങനെ 4 ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്. അപ്പം അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്ക് അകത്ത് നമുക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓർഗാനിസം എക്സ്പോഷർ ചെയ്തതിന് ശേഷം നമ്മൾ അറ്റൈൻ ചെയ്തെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയെ പറയുന്ന പേരാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു മെയിൻ ആൾക്കാരിൽ ഒരാളാണ് ആൻറ്റിബോഡീസ്. അതിൽ വരുന്ന ആൾക്കാരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. 4 ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്. എം അത് നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. MEGA മെഗാ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആ 4 ടൈപ്പിന് മെഗാ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി ഓരോ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളിപെപ്റ്റൈഡ്സ് ചേർന്നിട്ടുള്ളതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. 4 പോളിപെപ്റ്റൈഡ്സ് കാണും, 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനുമാണ് അവരുടെ സ്ട്രക്ചറിൽ കാണാൻ കഴിയുന്നത്. ഇത്രയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്.